അപ്പം നമ്മളിന്നൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള ശ്രീജ ചേച്ചിയുടെ വീട്ടിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ദാ അവിടെ നിൽക്കുന്നു നിറച്ച് കായ്കളുള്ള ഒരു കുറ്റിച്ചെടി. അപ്പോൾ അതിലാണെങ്കിലോ നിറച്ച് കായ്കളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇത് ചെറുനാരങ്ങയാണെന്ന്. പക്ഷേ ഇത് ചെറുനാരങ്ങയല്ല കേട്ടോ, ഇതാണ് ബുഷ് ഓറഞ്ച് അഥവാ ചൈനീസ് ഓറഞ്ച്. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നതും അതേപോലെ തന്നെ കഴിക്കുന്നതും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അങ്ങനെ ഞാൻ ഒന്ന് രണ്ടെണ്ണമൊക്കെ അവിടെ നിന്ന് പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു യെല്ലോ ഷെയ്ഡ് വരും. അപ്പോൾ നമുക്കിത് തൊലിയൊക്കെ പൊളിച്ചിട്ട് കഴിക്കാം. പക്ഷെ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഒടുക്കത്തെ പുളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ജ്യൂസ് അടിക്കാനും അതേപോലെ തന്നെ അച്ചാറുണ്ടാക്കാനും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് തൊലി പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു ഓറഞ്ച് എങ്ങനെ ഉണ്ടാവുക അതുപോലെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ശ്രീജ ചേച്ചി പറഞ്ഞു ഇത് വെറുതെ കഴിക്കണേക്കാളും നല്ലത് കുറച്ച് മുളക് പൊടി ഉപ്പിട്ട് കഴിക്കാൻ സൂപ്പറാണെന്ന്. അങ്ങനെ ഞാനത് കഴിച്ചു നോക്കിയിട്ടാ. എൻ്റെ പൊന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു മുളക് പൊടിയും ഉപ്പും പുളിയൊക്കെ ചേർന്ന് നല്ല രസമായിരുന്നു. അങ്ങനെ ശ്രീജ ചേച്ചിയുടെ മോനും കഴിച്ചു കേട്ടോ. പോരാൻ നേരത്ത് നമുക്ക് കുറച്ചധികം ചേച്ചി പൊട്ടിച്ചിട്ട് നമുക്ക് പാഴ്സലാക്കി തന്നിട്ടുണ്ടായിരുന്നു.